ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടി വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കിരൺ പറയുന്നുണ്ട്, അങ്ങനെ നല്ലൊരു പ്രോപ്പർട്ടിക്കുള്ള സ്ഥലം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കല്യാണി. നമ്മുടെ സിറ്റിക്ക് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം. ഒരു 16 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. സോറി, 16 സെന്റ് അല്ല, 16 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയാണ്. ആ സ്ഥലമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വിലയൊന്നും നോക്കിയില്ല. അമ്മയുടെയും അച്ഛൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിൽ ഒന്ന് ചേരുക എന്നുള്ളത്. അതിനുവേണ്ടി വാങ്ങിച്ച സ്ഥലമാണ്. ഇനി അവിടെ ഒരു 3-4 വീട് വെക്കണം. ആ വീടിനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാം എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ അമ്മയും അച്ഛനും ഞാനും നീയും അതുപോലെ തന്നെ നമ്മുടെ ദീപാമ്മയും അതുപോലെ തന്നെ താരാൻ്റെയും ആൽബിയും സോണിയും കാർത്തികയും ലക്ഷ്മി അമ്മയും എല്ലാവരും കൂടി ഒരുമിച്ച് ആ കോമ്പൗണ്ടിൽ നിൽക്കണം എന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് നല്ലതായിരിക്കും, നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. എനിക്കും അത് വല്ലാത്തൊരു ആഗ്രഹമാണ് എന്ന് പറയാണ്. എല്ലാം ആൽബിക്കും സോണിക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും. ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ അവിടെ നിൽക്കാലോ എന്ന് പറയാണ്. അത് നല്ലൊരു കാര്യമൊക്കെ കിരണേട്ട എന്ന് പറയണ്ട്. അതിനുശേഷം കിരൺ പറയണ്ട്, അതെ നമുക്ക് പ്രായം കൂടി വരും കേട്ടോ. ഇന്ന് പിറന്നാളാണ്, 32 വയസ്സാവാനായി എനിക്ക് എന്ന് പറയാണ്. അതെ അതെ, ഞാൻ പറഞ്ഞതിന് അർത്ഥം എനിക്ക് മനസ്സിലായില്ലേ. നമുക്കിപ്പോൾ കല്ലുമോ മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞും കൂടി വേണ്ടേന്ന് ചോദിക്കുകയാണ്. അതിപ്പോൾ വേണ്ട കിരണേട്ട, കുറച്ചുകൂടി കഴിയട്ടെ. അതെന്താണ് താൻ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞത്? അല്ല, കല്ലുമോന് കുറച്ചൊരു പൊസസീവ്നെസ് ഉണ്ടാവും, കുറച്ച് ദേഷ്യമൊക്കെ കൂടും. വേറൊരു കുട്ടിക്ക് നമ്മൾ സ്നേഹം കൊടുത്ത അങ്ങനെയൊന്നും ഇല്ലടോ. അത് കുറച്ചൊരു പ്രായമായാലാണ്. ഇപ്പൊ അവന് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, അങ്ങനെ അറിവൊന്നും വെച്ചേണ്ട സമയമായിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ വേറൊരു കുരുണ്ടാവാൻ ഏറ്റവും ബെസ്റ്റ് സമയം ഇപ്പൊ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ കൈകളിലേക്ക് പിടിക്കാട്ടെ നമ്മുടെ കിരണ. സമയത്ത് കല്യാണി പറയണ്ടേ, അതെ നേരെ നോക്കി വണ്ടി ഓടിക്കുക കേട്ടോ എന്ന് പറയാണ്. അതെ, വണ്ടിക്കറിയാം താനുണ്ടാവുമ്പോൾ എങ്ങനെയൊക്കെ ഓടണമെന്നുള്ളത് എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ്. പിന്നീട് അവർ നേരെ ബീച്ചിലേക്കാണ് പോണത്. അവിടെ വെച്ചിട്ട് റൊമാൻറ്റിക് സോങ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം കിരണും കല്യാണി ഒരുപാട് റൊമാൻറ്റിക് ആവുന്ന ഭാഗങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഒരു പാട്ടാണ് കാണിക്കുന്നത്. ആ പാട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണിയും കൂടിയിട്ട് എന്താണ് ഇങ്ങനെ പാട്ട് കഴിയുമ്പോൾ കിരണും കല്യാണം അങ്ങനെ ആഘോഷിച്ചിരിക്കുകയാണ്. ഡാൻസ് കളിച്ച് ആഘോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ്. പ്രകാശൻ രാത്രി ആകുമ്പോഴേക്കും ഗ്യാസ് കയറിയിട്ട് വയ്യ, ഭക്ഷണമായിട്ട് അവൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രത്തിനെ കാത്തിരിക്കുകയാണ്. വിക്രം ആ സമയത്ത് ഭക്ഷണമായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രകാശനൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഭക്ഷണം കാണുമ്പോഴേക്കും, എടാ മക്കളെ ഭക്ഷണം വാങ്ങിച്ചോ? വാങ്ങിച്ചു. 3 പൊറോട്ടയോ വെജിറ്റബിൾ കറിയോ. വെജിറ്റബിൾ കറിയോ? നിനക്ക് വല്ല ചിക്കനോ ബീഫോ എന്തെങ്കിലും വാങ്ങിച്ചൂടേടോ, മീനോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ പൈസ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുകയല്ലേ, ഇതൊക്കെ കഴിച്ചാൽ മതി. ആ സരിയു തന്ന പൈസ കൊണ്ടാണ് ഇവിടെ വാടക കൊടുക്കുന്നത്, ഭക്ഷണം വാങ്ങിക്കണത്. അപ്പോഴും ഇറച്ചി മീനൊക്കെ കഴിക്കാൻ ആഗ്രഹം എന്ന് പറയാണ്. ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കാൻ നോക്കുക എന്ന് പറയാണ്. അതെ, നാളെയാണ് ആ കിരണിന്റെ ബർത്ത്ഡേ. അറിയാലോ? അറിയാം. നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോയാലോ? എന്തിനാ? എനിക്കൊന്നും വയ്യ നാണം കെട്ട് അവിടെ പോകാനായിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവരും അവിടെ ഉണ്ടാവും എന്ന് വിക്രം പറയുമ്പോൾ, എടാ മോനെ, ഞാൻ പറയണത് നീ ഒന്ന് കേൾക്ക്. നമുക്ക് നാളെ എന്തായാലും അവിടെ പോകണം. എന്തിനെന്നറിയാവോ? നാളെ നമ്മളോട് പോകുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവും. അവരുടെ കൂട്ടത്തിൽ സന്തോഷത്തോടു കൂടി തന്നെ നമ്മളും ആ പിറന്നാൾ ആഘോഷിക്കാൻ കൂടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ നീ അവനെ കൊല്ലുവാണെങ്കിൽ അവൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കും നമ്മൾ അവിടെ പോയി നിൽക്കണം. അപ്പോൾ ഫോട്ടോകളിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആരും നമ്മളെ സംശയിക്കില്ലോ. അങ്ങനെയൊന്നുമല്ല. ആ കിരണിന് എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മളായിരിക്കും ആദ്യം സംശയിക്കുന്നത്. അതൊക്കെ നിന്റെ തോന്നലാടാ. അവൻ്റെ പിറന്നാളിനും മരണം കഴിഞ്ഞിട്ടുള്ള സമയത്തും നമ്മളവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ആരും നമ്മളെ സംശയിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? കേസോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മളെ സംശയിക്കില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നാളെ നമുക്കൊന്ന് അവിടെ വരെ പോവാം. പിന്നെ നാളെ അവിടെ അമ്മയുണ്ടല്ലോ, അമ്മേനെ കാണാമെന്ന രീതിയിൽ നമുക്ക് അവിടെ പോകാം. എന്നിട്ട് ആ പിറന്നാളിൽ നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് നമുക്ക് വരാടാ. ശരി, എന്നാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവൻ ഞങ്ങൾ തീർത്തിരിക്കുമെന്ന് പറയാണ്. ശരി, അതെന്തായാലും ചെയ്തേ പറ്റൂ എന്ന് പ്രകാശിന് പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണി രാവിലെ റെഡി ആയിക്കോട്ടിരിക്കുകയായിക്കോട്ടെ. ആ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും, കിരണേട്ട അതെ കണ്ണടക്ക്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ കല്യാണി കണ്ണടക്കുക. സർപ്രൈസ് ആയിട്ട് നമ്മുടെ കിരൺ മാലയായിട്ടോ. അപ്പോൾ മാല എടുത്തിട്ട് നമ്മുടെ കല്യാണിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് ഡയമണ്ട് സ്വർണ്ണത്തിനൊക്കെ വല്ലാത്ത താല്പര്യമാണ്. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് അറിഞ്ഞ് ഇതൊക്കെ മേടിച്ചു കൊടുക്കണമല്ലോ. എന്തിനാ കിരണ്ട ഇത്ര വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ വാങ്ങിച്ചത്? ഇത് 4 1 വില പോലില്ലാത്ത സാധനങ്ങളെല്ലാം കിരണേട്ടനെ വാങ്ങിച്ചത് വിലയിലല്ലോ കാര്യം, തരുന്ന സമ്മാനത്തിലാണ്. ഇതെങ്ങനെയുണ്ട് മാല, കൊള്ളാവോ? കണ്ണാടിയെന്ന് പോയി നോക്കിക്കേ എന്ന് പറയാണ്. അങ്ങനെ കല്യാണി കണ്ണാടി നോക്കുമ്പോഴേക്കും, കൊള്ളാം, നന്നായിട്ടുണ്ട്. അതെ, ഞാനിത് വാങ്ങിച്ചത് മൂർത്തീസ് ജ്വല്ലറി നമ്മുടെ ആദർശിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയതാ. പിന്നെ ഇതിന്റെ ഡിസൈനർ ആരാധന ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി, നയനയല്ലേ, അത് കാണാനും ഉണ്ട് എന്ന് പറയാണ്. ഞാൻ അവിടെ വന്നത് മൂർത്തീസ് ജ്വല്ലറി പോയപ്പോൾ അവൻ പറയാ, പൈസ ഒന്നും നോക്കണ്ട, സാധനം എടുത്തോന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുത്തു, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ കിരൺ പറയണ്ട്, എന്നെന്തായാലും അമ്മയും അച്ഛനൊന്നും പിറന്നാൾ ആഘോഷിക്കാണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും സായനത്തിൽ തന്നെ പിറന്നാൾ ആഘോഷിക്കാം. താരാന്റിനെ കൂട്ടാം. അത് വേണം കിരണിട്ടാ, താരാന്റിനെ ഇവിടെ ഒറ്റക്ക്
അപ്പുറത്തൊരുത്തി കൊലവിളിയായിട്ട് നടക്കുവാണല്ലോ, അതുകൊണ്ട് താരാന്റിനെ കൂട്ടിക്കൊണ്ട് നമുക്ക് പോകാം എന്ന് പറയാണ്. പിന്നെ നമ്മുടെ അമ്മൂമ്മ അവിടെ ഉണ്ടല്ലോ. അതെ, എന്തായാലും നമുക്കിന്ന് പിറന്നാൾ ആഘോഷിക്കാം, അടിച്ചു പൊളിക്കാം. പിന്നെ കിരണേട്ടാ, എന്തോ മനസ്സിൽ വല്ലാത്തൊരു ഭയം, നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? എന്തോ വലിയൊരു അപകടം സംഭവിക്കാൻ പോണെന്ന് മനസ്സിലൊരു തോന്നല്. നമുക്ക് പോകുന്ന വഴിക്ക് അമ്പലത്തിലേക്ക് കയറി തൊഴുതിട്ട് പോയാൽ പോരെ? ശരി, അങ്ങനെ ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കാർത്തിക വരും കേട്ടോ. കാർത്തിക വണ്ടിയിൽ നിന്ന് 2-3 കവറൊക്കെ ആയിട്ടാണ് വരുന്നത്. ആഹാ, മോള് രാവിലെ പോന്നായിരുന്നോ? ആ, പോന്നായിരുന്നമ്മേ. ഇന്ന് കിരണിന്റെ പിറന്നാളല്ലേ, അപ്പൊ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് പോവാന്ന് വിചാരിച്ചു. പോകാന്നു? എവിടെ പോവാന്ന്? എനിക്ക് പോണമേ. എന്നാലും പിറന്നാൾ ആഘോഷിക്കാൻ ഞാൻ ഉണ്ടാവില്ല. അത് കേട്ടുകൊണ്ട് കിരണും കല്യാണം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, അത് കൊള്ളാലോ, വന്ന പാടെ പോകുവാണെന്ന് പറയണം. അത് സമ്മതിക്കില്ല. അതെ, പോണം കല്യാണി, അമ്മക്ക് തീരെ സുഖമില്ലെങ്കിലേ അമ്മേനെ നോക്കി ആശുപത്രി കാണിച്ചതിന് ശേഷം പിറന്നാൾ ആഘോഷിക്കാം. ഇത് നമ്മളെല്ലാവരും സായനത്തിലാണ് പിറന്നാൾ ആഘോഷിക്കാൻ പോണത്. എനിക്കറിയാൻ കല്യാണി, പക്ഷേ അമ്മക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മക്ക് രാവിലെ നല്ല പനി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അയ്യോ, അത് കഷ്ടമായല്ലോ എന്ന് കിരൺ പറയുമ്പോൾ, അതെ, അതുകൊണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അതുകൊണ്ട് കിരണിന് ഈ സമ്മാനം എന്നിട്ട് പോവാൻ ചോദിച്ചു. ഹാപ്പി ബർത്ത്ഡേ കിരൺ, താങ്ക് യു സോ മച്ച് എന്ന് കിരൺ പറയട്ടെ. ആ സമ്മാനങ്ങൾ വാങ്ങിക്കുവാണ്. എങ്കിൽ ഞാൻ പോട്ടെ. പിന്നെ രാവിലെ മുതൽ മനസ്സിലൊരു ഭയം, എന്തൊരു അപകടം സംഭവിക്കാൻ പോണ പോലെ. അമ്പലത്തിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട, അതെ, ഇവിടെ ഒരാളും ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇയാൾക്കും രാവിലെ മുതൽ വല്ലാത്തൊരു ഭയമൊന്ന്. അതേ കാർത്തിക ചേച്ചി, ഞാനും ദുസ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അവനെ, ആ വിക്രമിനെ, പ്രകാശിനേക്കാളും അപകടകാരി അവൻ എന്ന് പറയാണ്. ദീപ പറയണ്ട്, അവനെ സൂക്ഷിക്കണം. മാത്രമല്ല അവന് എന്തിനും എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് സ്നേഹത്തോട് ഞാനിവിടെ വിളിച്ചു വരുത്തിട്ട് അവന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ വിഷം ചേർത്ത് കൊടുക്കും, നോക്കിക്കോ. അവന് ജന്മം തന്നെ കൊടുത്ത് ഞാൻ തന്നെ അവനെ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ്. അമ്മേ, വരട്ടെ, നമുക്ക് നോക്കാം, അവൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. എങ്കിലേ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് വരാം എന്ന് പറയുമ്പോൾ കിരണും കരണി പറയുമ്പോൾ ഞാനും ഇറങ്ങുവാണ് എന്ന് പറയാം കേട്ടോ കാർത്തിക. എന്നാൽ ശരി, അല്ല മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് ദീപ പറയുമ്പോൾ വേണ്ടമ്മേ, ഞാൻ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു. എന്നാൽ ശരി, ഓൾ ദി ബെസ്റ്റ് കിരൺ, ഹാപ്പി ആയിട്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക അവിടെ നിന്ന് പോവാണ്. ശേഷം നമ്മുടെ കിരണും കല്യാണിയും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു ആണെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കല്യാണിയും കിരണും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട് കേട്ടോ. അതിൽ കല്യാണി ഇട്ടേക്കണ ആ ഒരു ഡയമണ്ട് മാല നമ്മുടെ സരയു സൂം ചെയ്ത് നോക്കുവാണ്. ശേഷം രാഹുലും അതുപോലെ തന്നെ ഷാരിയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കാണിക്കുകയാണ്. എന്താ മോളെ, അവിടെ ഇട്ടേക്കണ മാല നോക്ക്, ഇത് പുതിയ മാലയാണ് തോന്നുന്നില്ല. അതെ, പുതിയ മാലയാ, ഇന്ന് അവന്റെ പിറന്നാളല്ലേ, പക്ഷെ അവളാ മാല ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെയാണല്ലോ, അവന്റെ പിറന്നാളും അവൻ എന്ത് ആഘോഷം വന്നാലും അവൾക്കാണല്ലോ സ്വർണം വാങ്ങിച്ചു കൊടുക്കല്ലേ എന്ന് പറയാണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവനുണ്ടാവും, അടുത്ത പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവനുണ്ടാവില്ല, ആ ഒരു സമാധാനം എനിക്ക് എന്ന് സരിയു പറയാൻ. അവനെ ഞാൻ തീർത്തിരിക്കും എന്ന് പറയുമ്പോൾ ഷാരി പറഞ്ഞിട്ട്, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, അവനെ തീർത്ത് കഴിഞ്ഞാലേ ദേ നിന്റെ അച്ഛൻ അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ വേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, കാരണം അതിൽ വലിയ കാര്യമൊന്നുമില്ല, നാളെ മരിക്കാൻ നിന്നവനെ കെട്ടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അതൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയണ്ട, മോളെ നീ വേണമെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്തോ, അവനൊന്നും ചെയ്യണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും സരിയു പറയണ്ടേ, അവളെയും ചെയ്യും അവനും ചെയ്യും, ഞാൻ എന്തെങ്കിലും ചെയ്താലേ അതിനുള്ള കുറ്റം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ജയിലിലേക്ക് പോകണം, കേട്ടല്ലോ എന്ന് രാവിലെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നിടത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.